കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വിഷയം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നാണ് എൻ്റെ ഹെഡിങ്. അതാണ് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അത് പരസ്പരം പറയരുത്. അത് പറഞ്ഞാലാണ് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവുന്നത്. പരസ്പരം അടുത്തറിയാത്തവരായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ, ഇല്ലേ? പരസ്പരം അടുത്തറിയാത്തവർ. ഇപ്പം പ്രേമിച്ച് വിവാഹം കഴിക്കുന്നവരെ സംബന്ധിച്ച് പ്രശ്നമല്ല. അവർ നേരത്തെ തമ്മിൽ പല കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലേ? എന്നാൽ കൂടുതലും പ്രേമവിവാഹം തന്നെയല്ലല്ലോ. വീട്ടുകാർ തമ്മിലുള്ള അറേഞ്ച്മെന്റ് മാരേജ് അല്ലേ ഓരോരുത്തർക്കും ഉണ്ടാവുന്നത്. അപ്പൊ ആ പരസ്പരം അറിയാത്തവരായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ, ഇല്ലേ? അവർ വിവാഹശേഷം ഒന്നായി തീരുകയാണ്, ഇല്ലേ? ഇന്നലെ വരെ അന്യരായി നിന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ അവർ ഒന്നായി ചേരുകയാണ്, ഇല്ലേ? ആ സമയം രണ്ടു പേർക്കും വിവാഹത്തിന് മുൻപ് പല സ്വകാര്യ കാര്യങ്ങളും ഉണ്ടായിരിക്കും, ഇല്ലേ? ഓരോ വ്യക്തികൾക്കും ആ വ്യക്തികളുടെ സ്വകാര്യമായ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അത് സ്വാഭാവികമാണ്. അത് ആണിനായാലും പെണ്ണിനായാലും അങ്ങനെ ഉണ്ടാകും. അപ്പൊ കല്യാണം കഴിഞ്ഞ് പുതുമോടിയിൽ ഇരിക്കുമ്പോൾ പരസ്പരം വലിയ ഇഷ്ടവുമായിരിക്കും, ഇല്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞ് ഉള്ള ആദ്യത്തെ ആ മാസങ്ങളിലോ ആഴ്ചകളിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള സമയങ്ങളിലൊക്കെ നല്ല വലിയ സ്നേഹവും ആയിരിക്കുള്ളൂ ഭാര്യ ഭർത്താക്കന്മാർ. പുതുമോടിയിലൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കുള്ളൂ. ഈ സമയത്ത് രണ്ടുപേരും തങ്ങളുടെ പൂർവ്വകാര്യങ്ങൾ പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. പലതും പരസ്പരം തുറന്നു പറയുന്നവരുണ്ടാവും, ഇല്ലേ? അതാണ് പിന്നീട് ദോഷമായിട്ട് വരുന്നത്. ആ പൂർവകാല ചരിത്രങ്ങൾ ആ പുതുമോടിയിൽ ഇരിക്കുമ്പോൾ സ്നേഹം കൂടുമ്പോൾ പറയുന്ന കാര്യങ്ങൾ, ആ പറയുന്ന ഈ ഭാര്യ ഭർത്താക്കൾ പിന്നീട് അത് ദോഷമായി വരും. അതിന് കാരണങ്ങൾ ഓരോന്ന് വരുമ്പോൾ ഇവർ തമ്മിൽ അത് പറഞ്ഞ് തീർത്ത് വഴക്കൂടും. അത് പറയാൻ പാടില്ല. അപ്പൊ ഇവരുടേതായ ഓരോ വ്യക്തികൾക്കും അവരുടേതായ ചില സ്വകാര്യതകളുണ്ട്, സ്വകാര്യ കാര്യങ്ങളുണ്ട്. അത് പരസ്പരം പങ്കുവെച്ച് സംസാരിച്ചാൽ അന്യോന്യം അറിഞ്ഞു പെരുമാറുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഈ കൂടുതൽ അങ്ങനെയല്ലല്ലോ. ഒരാളുടെ വീഴ്ച കൂടുതൽ പറഞ്ഞ അയാളെ ബുദ്ധിമുട്ടിക്കാനേ ശ്രമിക്കുകയുള്ളൂ ഇന്നത്തെ കാലം, ഇല്ലേ? അന്നത് സഹിച്ച് മുന്നോട്ട് പോകാൻ പലരും ശ്രമിച്ചെന്ന് വരില്ല. ഒരാളുടെ കുറവ് ഒരാളോട് പറയുമ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. അപ്പൊ അവിടെ കലഹം പതിവാണ്. അപ്പൊ സ്വകാര്യമായ കാര്യങ്ങൾ പലർക്കും ഉണ്ടാവും. അത് പറഞ്ഞ് തമ്മിൽ നേരത്തെ പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്പരം പങ്കുവച്ചാൽ പിൽക്കാലത്ത് അത് ചിലവർക്ക് സഹിക്കും, ചിലവർക്ക് സഹിച്ചില്ല എന്ന് വരും. അങ്ങനെ അത് തർക്കത്തിലും ബഹളത്തിലും അടിയിലും വിവാഹമോചനത്തിലും വരെയൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരും, ഇല്ലേ? അപ്പൊ പറയാൻ പാടില്ലാത്ത പഴയ കാര്യങ്ങൾ പറഞ്ഞു പോയത് പുറത്തെടുക്കും, ഇല്ലേ? ഈ തർക്കമൊക്കെ ഉണ്ടാവുമ്പോ എന്താ ചെയ്യണത്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പുതുമോടിയൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടികളും 2 കുട്ടികളൊക്കെ ആയി ജീവിതത്തിൻ്റെ ആ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു തുടങ്ങുമ്പോൾ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ, അന്നേരം അവിടെ അത് സംസാര വിഷയമാവും. അപ്പൊ അതെടുത്ത് വെച്ച് അലക്കും ഓരോരുത്തർ. നീ അങ്ങനെ പറഞ്ഞില്ലേ, നീ അങ്ങനെ ചെയ്തില്ലേ, അപ്പൊ മറ്റേ ആളുകൾ താൻ അങ്ങനെ ചെയ്തില്ലേ, താൻ ഇങ്ങനെ ചെയ്തില്ലേ, ഇല്ലേ? ഇതൊക്കെ പരസ്പരം അടി കൂടാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പൊ അതുകൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പലതും ഓരോ വ്യക്തികൾക്കും സ്വകാര്യതമായി ഉണ്ടാകും. അത് പറയുന്നത് ദോഷമാണ് എന്നാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മുൻകാലത്ത് ചിലർക്ക് പ്രേമമൊക്കെ ഉണ്ടാവും, ഇല്ലേ? പലർക്കും പ്രേമമൊക്കെ ഉണ്ടായിന്ന് വരും. അതേപോലെ തന്നെ പല സുഹൃത്തുക്കളുണ്ടായി. ഓഫീസിൽ പോകുന്നവരുണ്ടാവും,
പല കുടുംബങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളെല്ലാം ചിലപ്പോൾ നല്ല ബുദ്ധിയാൽ ചിലപ്പോൾ അങ്ങനെ സ്വമനസാലി ഒരു നിഷ്കളങ്കതയോടുകൂടി പറഞ്ഞെന്ന് പറയണ കാര്യമായിരിക്കുള്ളൂ. എന്നാൽ അത് പിന്നീട് അത് ദുരിതമായി മാറും. പല അനുഭവം ഇപ്പോൾ ഓഫീസിൽ പോണവർക്ക് ഓഫീസിൽ പല ദുരനുഭവങ്ങളുണ്ടാവും. സബോർഡിനേറ്റിനെ കൂടി ഇല്ലേ, അവരുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് അവരെ പറ്റി പല ചീത്ത അനുഭവം ഉണ്ടായെന്ന് വരാം. അതേപോലെ തന്നെ ഇപ്പം വേറെ ആരെങ്കിലും നേരത്തെ പ്രേമിച്ചിരുന്നവരായിരിക്കാം. അതേപോലെ തന്നെ പല സുഹൃത്തുക്കളും ഉണ്ടായിരുന്നിട്ടുള്ളവരായിരിക്കാം, ശരിയായ സുഹൃത്തുക്കളായിരിക്കും. പക്ഷെ അതൊക്കെ പിന്നീട് ആ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യക്കോ അത് കേൾക്കുമ്പോൾ അത്ര സുഖകരമായി തോന്നില്ല. ഇനി അന്നേരം കേട്ടാൽ തന്നെയും പിന്നീട് അത് പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വരും. അപ്പോൾ രണ്ടുപേരും അങ്ങനെ അത് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളുണ്ട്. അത് തുറന്നു പറയരുത്. പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അത് ആപത്ത് വന്നു ചേരുന്നത്. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.